ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 6th സ്റ്റാൻഡേർഡിലെ മാത്സിന്റെ 3rd ചാപ്റ്റർ ആയിട്ടുള്ള ഫ്രാക്ഷൻസിന്റെ നേരത്തെ പഠിച്ചുകൊണ്ടിരുന്നതിന്റെ ബാക്കിയാണ് പഠിക്കുന്നത്. ഓക്കെ, പേജ് നമ്പർ 34 ഒക്കെ ആയിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. എന്തായിരുന്നു പഠിച്ചിരുന്നത്? പാർട്സ് ഓഫ് പാർട്ട് അല്ലേ, അതായത് ഭാഗങ്ങളുടെ ഭാഗത്തെ കുറിച്ചായിരുന്നു പഠിച്ചിരുന്നത്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ എക്സാമ്പിൾ ചെയ്യാം. 1/3 ഓഫ് 1/4. 1/3 ഓഫ് 1/4 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഓഫ് കണ്ടു കഴിഞ്ഞാൽ ഉടനെ മൾട്ടിപ്ലിക്കേഷന്റെ ചിഹ്നം ഇട്ട് കൊടുത്തേക്കുക. ഓക്കെ, ഓഫ് എന്ന് പറയുന്നത് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയാണ് പറയുന്നത്. 1/3 ഓഫ് 1/4. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? 1ഉം 1ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1. 3 × 4 എത്രയാണ്? 12. അപ്പൊ ആൻസർ എത്ര കിട്ടും? 1/12. 1/3 ഓഫ് 1/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ എത്രയാണ്? 1/12. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി അടുത്തതെന്ന് പറയുന്നത് 1/6 ഓഫ് 1/4. 1/6 ഓഫ് 1/4. 1 × 1 1 തന്നെ. 6 × 4 24. 1/24 എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ. എത്ര സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്ന ഫ്രാക്ഷൻ അല്ലേ? ഓക്കെ, ഇനി പേജ് നമ്പർ 35 കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അത് നമുക്ക് ഓരോന്നായി ചെയ്തു നോക്കാം. ഓക്കെ സ്റ്റുഡൻസ്, പേജ് നമ്പർ 35 ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ പ്രോബ്ലത്തിലെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് A string of length 1 meter is cut into 5 equal parts. അതായത് 1 മീറ്റർ നീളമുള്ള ഒരു ചരടിനെ എത്രയായി കട്ട് ചെയ്തു? 5 ഈക്വൽ പാർട്സ് ആയി. അപ്പൊ അതിൽ ഒരു ഇതിന്റെ നീളം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1/5 ആയിരിക്കും അല്ലെ? What is the length of half of one such pieces? അങ്ങനെയുള്ള ആ ഇതിലെ ഒരു പീസിലെ ഹാഫ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? How many centimeters? അതിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? ആദ്യം ഫ്രാക്ഷൻ കണ്ടുപിടിക്കണം, അതിനുശേഷം അതിനെ സെന്റിമീറ്റേഴ്സിലേക്ക് മാറ്റണം. ഓക്കെ, 1/5ന്റെ ഹാഫ് എന്ന് പറയുന്നത് എത്രയാണ്? 1/2 അല്ലെ? 1/5 × 1/2 എത്രയായിരിക്കും? 1 × 1 1, 5 × 2 10. 1/10 കിട്ടി. ഇതിനെ നമുക്ക് എന്തിലേക്ക് മാറ്റണം? സെന്റിമീറ്റേഴ്സിലേക്ക് മാറ്റണം. എത്ര സെന്റിമീറ്റേഴ്സ് ആണ് ഒരു മീറ്റർ എന്ന് പറയുന്നത്? 100 സെന്റിമീറ്റർ ആണ് ഒരു മീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, 0യും 0യും തമ്മിൽ ക്യാൻസൽ ചെയ്തു പോകും. നെക്സ്റ്റ് 1 × 10 എത്രയാണ്? 10 സെന്റിമീറ്റർ ആണ് എത്രയെന്ന് പറയുന്നത്? 1/10 എന്ന് പറയുന്നത്. ഓക്കെ, 1/10 ഓഫ് 100 കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 10 സെന്റിമീറ്റർ. മനസ്സിലായല്ലോ. അപ്പം ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എ സ്ട്രിങ് ഓഫ് ലെങ്ത് 1 meter is cut into 5 equal parts. അപ്പൊ ഒരു സ്ട്രിങ് ഉണ്ടായിരുന്നു, അതിനെ 5 ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്തു. ഓക്കെ, 1 2 3 4 5 ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്തു. പിന്നെന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇതില് ഒരു ഭാഗത്തിന്റെ അരഭാഗം, ഈ ഒരു പീസിന്റെ ഹാഫ് എന്ന് പറയുന്നത് എത്ര സെന്റിമീറ്റേഴ്സ് ആണെന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 1/5 × 1/2 കണ്ടുപിടിച്ചു. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 1/10 സെന്റിമീറ്റർ കിട്ടി. ഓക്കെ, 1/10 പാർട്ട് കിട്ടി. ഇതിനെ നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്തു? ഇത് മീറ്ററിലാണ് കിട്ടിയത് അല്ലെ? 1/10 മീറ്റർ എന്നാണ് കിട്ടിയത്. അപ്പൊ ആ മീറ്ററിനെ സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു? 1/10 × 100 ചെയ്തു അല്ലെ? 100 സെന്റിമീറ്റർ ആണ് ഒരു മീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ മീറ്ററിനെ സെന്റിമീറ്ററിലേക്ക് മാറ്റാനായിട്ട് എന്ത് ചെയ്താൽ മതി? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 1/10 × 100. അപ്പൊ ഈ 0യും ഈ 0യും തമ്മിൽ ക്യാൻസൽ ചെയ്തു പോകും. ആൻസർ എത്ര കിട്ടും? 10 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, മനസ്സിലായല്ലോ. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1 liter of milk fills 2 identical bottles. അതായത് ഒരേപോലെയുള്ള 2 ബോട്ടിലേക്ക് 1 ലിറ്റർ പാല് നിറച്ചു വെച്ചു. അപ്പൊ 1 ലിറ്റർ പാല് ഒരേപോലെയുള്ള രണ്ടെണ്ണത്തിലേക്ക് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 1/2 ആയിരിക്കും അല്ലെ? ഒരേപോലെ, അതായത് 2 ബോട്ടിൽ എടുത്തു, അതില് രണ്ടിലും ഈ 1 ലിറ്റർ പാല് നിറച്ചു അല്ലെ? അപ്പൊ രണ്ടിൽ ഒരു ഭാഗം ഇതിനകത്തും കാണും, രണ്ടിൽ ഒരു ഭാഗം ഈ ബോട്ടിലും കാണും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? എ ക്വാർട്ടർ ഓഫ് മിൽക്ക് ഇൻ 1 ബോട്ടിൽ ഈസ് യൂസ്ഡ് ടു മേക്ക് എ കപ്പ് ഓഫ് ടീ. ഈ ഹാഫ് നിറച്ചിരിക്കുന്നുണ്ടല്ലോ, അതായത് ഈ ഒരു ബോട്ടിലാണ് എത്ര നിറച്ചിരിക്കുന്നത്? 1/2 നിറച്ചിരിക്കുന്നത്, അതായത് 1 ലിറ്ററിന്റെ പകുതി നിറച്ചിരിക്കുന്നത്.
ഇതിന്റെ ക്വാർട്ടർ എന്ന് പറയുന്നത് എത്രയാണ്? 4 നമ്മൾ ഒരു ഇതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 4ൽ 1 ഭാഗം. ഓക്കെ, 1/4 ആണ് എന്തെന്ന് പറയുന്നത്? നമുക്ക് 1 കപ്പ് ചായ ഉണ്ടാക്കാൻ ആവശ്യമായ മിൽക്ക് എന്ന് പറയുന്നത്, പാല് എന്ന് പറയുന്നത്. അപ്പോൾ 1/2 ഓഫ് 1/4 കാണുക. അപ്പൊ എത്ര കിട്ടും? 1 into 1 1, 2 into 4 8, 1/8 എന്നുള്ള ആൻസർ കിട്ടും. അപ്പൊ 1/8 ലിറ്റർ ആണ് നമുക്ക് എന്തിന് ആവശ്യമായിട്ടുള്ളത്? 1 കപ്പ് ചായക്ക് ആവശ്യമായ മിൽക്ക് എന്ന് പറയുന്നത് എത്രയാണ്? 1/8 ലിറ്റർ. ഹൗ മച്ച് മിൽക്ക് വാസ് യൂസ്ഡ് ടു മേക്ക് എ ടീ? അപ്പൊ ഈ ടീക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എത്ര ലിറ്റർ ആണ്? 1/8. ഹൗ മെനി മില്ലി ലിറ്റേഴ്സ്? ഇതിനെ നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? മില്ലി ലിറ്റേഴ്സ്. ഇതിപ്പോ ലിറ്ററിലാണ് പറഞ്ഞിരിക്കുന്നത്, മില്ലി ലിറ്ററിലേക്കാണ് നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പൊ 1/8 ഇൻറ്റു എത്ര മില്ലി ലിറ്റർ ആണ് 1 ലിറ്റർ എന്ന് പറയുന്നത്? 1000 മില്ലി ലിറ്റേഴ്സ് ആണ് 1 ലിറ്റർ എന്ന് പറയുന്നത്. അതുകൊണ്ട് 1/8 ഇൻറ്റു 1000. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 1000നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 1000 ഡിവൈഡഡ് ബൈ 8. 10നകത്ത് 8 എത്ര പ്രാവശ്യമാണുള്ളത്? 1 പ്രാവശ്യം. 8 എഴുതി, ബാക്കി 2 താഴോട്ട് ഇറക്കി എഴുതി. ഇനി ഇവിടെ 2 പറ്റത്തില്ല, അതുകൊണ്ട് 0 താഴോട്ട് ഇറക്കി എഴുതി. 20കകത്ത് 8 എത്ര ടൈംസ് ആണുള്ളത്? 2 8s are 16. ഓക്കെ, ബാക്കി 20ന്ന് 16 മൈനസ് ചെയ്താൽ ബാലൻസ് എത്രയാണ്? 4. ഈ 0 വീണ്ടും താഴേക്ക് ഇറക്കി എഴുതി. 40കകത്ത് 8 എത്ര ടൈംസ് ആണുള്ളത്? 5 ടൈംസ് അല്ലേ? 5 8s are 40. 40 മൊത്തം തീർന്നു, റിമൈൻഡർ 0 വന്നു. അപ്പൊ നമുക്ക് കിട്ടിയ ആൻസർ എത്രയാണ്? 125 മില്ലി ലിറ്റർ മിൽക്ക് ആണ് 1 ഗ്ലാസ് ടീക്ക് ആവശ്യമായിട്ടുള്ളത്. മനസ്സിലായല്ലോ ചെയ്തത് എങ്ങനെയാണെന്ന്? ഫസ്റ്റ് പറഞ്ഞത് 1 ലിറ്റർ മിൽക്കിനെ 2 ബോട്ടിലേക്കായിട്ട് ഒരേപോലെ പകർത്തി. അപ്പോൾ എത്രയായി? 2 ബോട്ടിലേക്ക് 1 ലിറ്റർ പാല് മാറ്റി എന്ന് പറഞ്ഞാൽ 1 ബോട്ടിലിൽ അതിന്റെ ഹാഫ് ലിറ്റർ കാണും, 1/2 ആണ്. ആ 1/2ന്റെ ഹാഫ് ലിറ്ററിന്റെ എത്രയാണ്? 1/4. ക്വാർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 1/4. അതായത് 4ൽ 1 ഭാഗത്തിനാണ് ക്വാർട്ടർ എന്ന് പറയുന്നത്. അപ്പം 1/4 എന്തിനു വേണ്ടി യൂസ് ചെയ്തു? 1 കപ്പ് ചായ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അത് എത്രയാണ്? 1/2ന്റെ 1/4 കാണുക. അത് എത്രയാണ്? 1/8 ലിറ്റർ. ആ 1/8നെ മില്ലി ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, മനസ്സിലായല്ലോ? അടുത്ത പ്രോബ്ലം ചെയ്യാം. തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1 kilogram yam is cut into 3 equal pieces. യാം അറിയാലോ എന്താണെന്ന്? ചേന. 1 കിലോ ഉള്ള ചേന എത്ര പീസസ് ആയിട്ട് കട്ട് ചെയ്തു? 3 ഈക്വൽ പീസസ് ആയിട്ട് കട്ട് ചെയ്തു. 1 of the pieces is halved. പിന്നെ എന്ത് ചെയ്തു? ഇതിലെ ഓരോ പീസിനെ എന്താക്കി മാറ്റി? പകുതിയാക്കി മാറ്റി. What is the weight of this piece? ഇതിന്റെ വെയിറ്റ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരൊറ്റ പീസിന്റെ വെയിറ്റ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? ആദ്യം എത്രയായിരുന്നു? ഒരു ചേനയെ, ഒരു യാമിനെ എത്രയായിട്ട് കട്ട് ചെയ്തു? 3 ഈക്വൽ പീസസ് ആയി. ദാറ്റ് ഈസ് 1/3. പിന്നെ എന്ത് ചെയ്തു? 1 of the pieces is halved. അതില് ഒരു പീസ് ഇങ്ങനെ മുറിച്ചതില് ഈ 3 മുറിച്ചതില് ഒരെണ്ണം എടുത്തിട്ട് വീണ്ടും കട്ട് ചെയ്തു, ഹാഫ് ആക്കി. അപ്പോൾ 1/3 ഇൻറ്റു 1/2. ആൻസർ എത്രയായിരിക്കും? 1 into 1 1 തന്നെ, 3 into 2 6. ആൻസർ എത്രയായിരിക്കും അതിന്റെ? വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് ദിസ് പീസ്? 1/6 കിലോഗ്രാം. ഇത്രയാണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്, 1/6 കിലോഗ്രാം. ഓക്കെ, സിമ്പിൾ ആയിട്ട് ചെയ്ത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഫോർത്ത് ക്വസ്റ്റ്യൻ. ഹാഫ് ദ ചിൽഡ്രൻ ഇൻ എ ക്ലാസ് ആർ ഗേൾസ്. ഒരു ക്ലാസ്സിലെ പകുതി കുട്ടികൾ എന്ന് പറയുന്നത് എന്താണ്? പെൺകുട്ടികളാണ്. A third of them are in the math club. അതില് 1/3 ഭാഗം കുട്ടികൾ എന്തിലെ അംഗങ്ങളാണ്? മാത്സ് ക്ലബിലെ അംഗങ്ങളാണ്. What fraction of the total class are they? ഇത് നമ്മുടെ ടോട്ടൽ ക്ലാസിന്റെ എത്ര ഭാഗമാണുള്ളത്? അതിന്റെ ഫ്രാക്ഷൻസിലേക്ക് പറയാൻ പറഞ്ഞിരിക്കുകയാണ് നമ്മൾക്ക്. അപ്പൊ നമ്മൾ ഇത് എങ്ങനെ എഴുതും? ടോട്ടൽ സ്റ്റുഡൻസിന്റെ ഹാഫ്. അപ്പം 1/2 ഇൻറ്റു അതിൽ എത്ര കുട്ടികളാണ് മാത്സ് ക്ലബിലുള്ളത്? എ തേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/3. ഓക്കെ, അപ്പോൾ 1/2 ഇൻറ്റു 1/3 ആണ് ഇതിന്റെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. 1 into 1 1, 2 into 3 6. അപ്പോൾ ആൻസർ എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 1/6 ആണ് ഇതിന്റെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ.
എത്ര ഭാഗമാണ്? 1/6 ഭാഗം കുട്ടികളാണ് മാത്സ് ക്ലബിൽ അംഗങ്ങളായിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ, 5th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ദ ഫോളോയിങ് ഇൻ യുവർ ഹാർഡ്, റൈറ്റ് ദം ആസ് പ്രോഡക്ട്സ്. ഓക്കെ, ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് പെന്നും പെൻസിലും യൂസ് ചെയ്തിട്ടല്ല, പെന്നോ നോട്ട്ബുക്കോ ഒന്നും യൂസ് ചെയ്യാതെ എങ്ങനെയാണ് നമ്മുടെ ബ്രെയിൻ യൂസ് ചെയ്ത് പെട്ടെന്ന് നമുക്ക് കാൽക്കുലേറ്റ്, മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യാന്ന് നമ്മൾ പറയത്തില്ലേ, അങ്ങനെ നമുക്ക് ചെയ്യാം. എഴുതി ഗുണിക്കുകയൊന്നും ചെയ്യാതെ 1/4 ഓഫ് 1/2 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? 1/4 ഇൻറ്റു 1/2 എത്രയാണ്? That is equal to 1 into 1 1 തന്നെ, 4 into 2 എന്ന് പറയുന്നത് 8. ആൻസർ എത്രയാണ്? 1/8. ഇതിപ്പോ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ടീച്ചർ ഇവിടെ എഴുതിയത്. നിങ്ങൾ ഇങ്ങനെ നോട്ടിൽ എഴുതണമെന്നില്ല, നിങ്ങൾ ആൻസർ മാത്രം എഴുതിയാൽ മതി. 1/4 ഓഫ് 1/2 എന്ന് പറയുന്ന ആൻസർ എത്രയാണ്? 1/8. നെക്സ്റ്റ് 1/2 ഓഫ് 1/4 എന്ന് പറഞ്ഞാലോ 1 into 1 1 തന്നെ, 2 into 4 8, 1/8. 1/4 ഓഫ് 1/2 1/2 ഓഫ് 1/4 എന്ന് പറയുന്നതും സെയിം തന്നെ ആയിരിക്കും ആൻസർ കിട്ടുന്നത് അല്ലേ? നെക്സ്റ്റ് 1/5 ഓഫ് 1/3 ഓ 1 into 1 1 തന്നെ, 5 into 3 15. ഓക്കെ, നെക്സ്റ്റ് അടുത്ത നോക്കിയേ 1/3 ഓഫ് 1/5 എന്ന് പറയുന്നതോ 1 into 1 1 തന്നെ, 3 into 5 15, അതും 1/15 ആണ് ആൻസർ കിട്ടിയത്. നെക്സ്റ്റ് 1/6 ഓഫ് 1/3 എന്ന് പറയുന്നത് എത്രയാണ്? 1 into 1 1 തന്നെ. നെക്സ്റ്റ് താഴത്തെ ഡിനോമിനേറ്റേഴ്സ്, അതായത് ഛേദം എന്നാണ് മലയാളത്തിൽ പറയുന്നത്. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 6 into 3 18, 1/18 ആണ് ആൻസർ. നെക്സ്റ്റ് 1/3 ഓഫ് 1/6, ഇതിന്റെ ന്യൂമറേറ്റർ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. ഏതാണ്? 1 into 1 1 തന്നെ, പിന്നെ ഡിനോമിനേറ്റേഴ്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. 3 into 6 എത്രയാണ്? 18. അപ്പൊ നമുക്ക് ഇത് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാം. ആദ്യം എന്ത് ചെയ്താൽ മതി? ന്യൂമറേറ്റർ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക, നെക്സ്റ്റ് ഡിനോമിനേറ്റേഴ്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ചെയ്ത് ആൻസർ നോട്ട്ബുക്കിൽ എഴുതണം കേട്ടോ. അപ്പൊ അടുത്ത പോർഷനിലേക്ക് നമുക്ക് പോകാം. അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് ടൈംസ് ഇൻ പാർട്ട്, അതായത് ഭാഗത്തിന്റെ മടങ്ങ്. 2 liters of milk is used to fill 3 bottles of the same size. ഒരേ സൈസിലുള്ള 3 ബോട്ടിലുകൾ നിറയ്ക്കാൻ എത്ര ലിറ്റർ പാലാണ്? 2 ലിറ്റർ പാല് 3 ബോട്ടിലുകളിലേക്ക്, ഒരേപോലെയുള്ള 3 ബോട്ടിലുകളിലേക്കായിട്ട് നിറച്ചു. എത്ര ലിറ്റർ പാല്? 2 ലിറ്റർ പാല് 3 ബോട്ടിലിലേക്ക്. ഓക്കെ, a quarter of one such bottle is poured into a glass. അതില് 3 ബോട്ടിലിലേക്ക് പാല് നിറച്ചല്ലോ. അങ്ങനെയുള്ള 3 ബോട്ടിൽ നിന്ന് ഒരു ബോട്ടില്, ഒരേപോലെയുള്ള 3 ബോട്ടിലുകളിലേക്കാണ് നിറച്ചത്. അതില് ഒരു ബോട്ടിലെ മിൽക്ക് എന്താണ്? അതിന്റെ a quarter of one such bottle, ആ ഒരു ബോട്ടിലിന്റെ 4/1 ഭാഗം, ഈ ബോട്ടിലിന്റെ 4/1 ഭാഗം എന്താണ്? ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു. ഹൗ മച്ച് മിൽക്ക് ഈസ് ഇൻ ദി ഗ്ലാസ്? അങ്ങനെയാണെങ്കിൽ ഇതിലെ 4/1 എന്ന് പറയുന്നത് ഈ ഗ്ലാസിന്റെ എത്രയായിരിക്കും? ഹൗ മച്ച് മിൽക്ക് ഈസ് ഇൻ ദി ഗ്ലാസ്? ഈ ഗ്ലാസ്സിൽ എത്ര പാല് ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം എന്താണ് പറഞ്ഞത്? 2 liters of milk is used to fill 3 bottles. അപ്പോൾ ഇനിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോട്ടിലാണ് പറഞ്ഞത്. ഒരു ബോട്ടിലിൽ 4/1 നമുക്ക് കാണേണ്ടത് അല്ലെ? ഒരു ബോട്ടിൽ എന്ന് പറയുന്നത് ഈ 2 ലിറ്ററിന്റെ 3/1 ഭാഗമാണ്. 2 into 1/3. ഓക്കെ, നെക്സ്റ്റ് ഇൻറ്റു ഇതിന്റെ എത്രയാണ്? ഈ കിട്ടിയ ആൻസറിന്റെ 1/4. ഓക്കെ, ഇതിനെ നമുക്ക് എങ്ങനെ കാണാം? 2 into 1, ഫസ്റ്റ് ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, 2 into 1 2 തന്നെ, നെക്സ്റ്റ് 3 അതുപോലെ തന്നെ അല്ലേ? ഈ 2 എന്ന് പറയുന്നത് ഏതൊരു പൂർണ്ണസംഖ്യയുടെയും താഴെ എന്താണ്? ഫ്രാക്ഷനിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഒരു 1 ആയിരിക്കും വരുന്നത്. താഴെ 1 വരും. 2/1നെയാണ് നമ്മൾ 2 എന്ന് പറയുന്നത്. ഈ 2 എന്നുള്ള അല്ലെങ്കിൽ 3 എന്ന് പറയുന്ന നമ്പറിനെ ഫ്രാക്ഷനിലേക്ക് മാറ്റുക എന്ന് പറഞ്ഞാൽ എന്താണ്? 3/1. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇവിടെ താഴെ എന്തുണ്ട്? 1 ഉണ്ട്. 1 into 3 3 തന്നെ അല്ലേ? അപ്പോൾ ആൻസർ എത്രയാണ്? 2/3 into 1/4. 2 into 1 എത്രയാണ്? 2. 3 into 4 3 4s are 12. 3 4 12 അല്ലേ? സോറി, 12. ഓക്കെ, 12. 2/12. 2 ഭാഗം 12. 12 2 ഭാഗം. ഓക്കെ,
ഇങ്ങനെ വരുമ്പോൾ ഇനി ഇതിനെ നമുക്ക് ചെറുതാക്കാമല്ലോ. ഫ്രാക്ഷനിലേക്ക് എഴുതുമ്പോൾ നമ്മൾ സ്മോളസ്റ്റ് ഫോമിലാണ് എഴുതുന്നത്. ഏറ്റവും ചെറിയ ഫോമിലായിരിക്കും നമ്മൾ എഴുതുന്നത്. അപ്പോൾ 2ന് 12 ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഏതാണ്? 2 കൊണ്ടാണ് അല്ലേ? അപ്പൊ 2-നകത്ത് 2 എത്ര പ്രാവശ്യമുണ്ട്? 1 പ്രാവശ്യമുണ്ട്. 12-നകത്ത് 2 എത്ര പ്രാവശ്യമുണ്ട്? 6 പ്രാവശ്യമുണ്ട് അല്ലേ? അതായത് 2-നെയും 12-നെയും മൊത്തത്തില് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഏതാണ്? 2 തന്നെയാണ്. അപ്പോൾ ആ 2 കൊണ്ട് നമ്മൾ ഈ 2-നെയും 12-നെയും തമ്മിൽ ഡിവൈഡ് ചെയ്യുക. അപ്പൊ എത്ര കിട്ടും? 2-നകത്ത് 2 1 ടൈംസ്, 12-നകത്ത് 2 എത്രയാണ്? 6 ടൈംസ്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1/6 എന്നുള്ള ആൻസർ കിട്ടും. അപ്പോൾ ഇവിടുത്തെ ആൻസർ എത്രയാണ്? 1/6 ലിറ്റേഴ്സ് ആയിരിക്കും ഈ ഒരു ഗ്ലാസിനകത്തുള്ള മിൽക്ക് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? 2 liters of milk is used to fill 3 bottles of the same size. A quarter of one such bottle is poured into a glass. How much milk is in the glass? അപ്പോൾ ആ ഗ്ലാസിനകത്തുള്ള മിൽക്ക് എത്രയാണ്? 1/6 ആണ്. അപ്പോൾ ഗ്ലാസ്സിലുള്ള മിൽക്കിന്റെ അളവ് എന്ന് പറയുന്നത് എത്രയാണ്? 1/6 liters of milk. ഓക്കെ, അപ്പോൾ ഗ്ലാസ്സിൽ ഇപ്പൊ എത്രയുണ്ട്? 6-ൽ-1 ഭാഗം എന്താണ്? 6-ൽ-1 ഭാഗം മിൽക്ക് ഉണ്ട് അല്ലേ? ഇതിന് 6-ൽ-1 ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? ഗ്ലാസ്സിൽ കൊള്ളുന്ന മിൽക്ക് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? 1/6 ലിറ്റേഴ്സ്, 6-ൽ-1 ലിറ്റർ.